RJ സിവിൽ സർവീസ് ഡെയിലി കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 2020 ഒക്ടോബർ 31 വരെയുള്ള ആനുകാലിക സംഭവങ്ങളെ ആസ്പദമാക്കിയുള്ള വീഡിയോ ആണ് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒപ്പം സ്കോളർഷിപ്പ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത്. ഈ ചാനൽ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ലൈക്കും ഷെയറും ചെയ്യുക. നമുക്ക് ഇന്നത്തെ പ്രധാന ചോദ്യങ്ങളിലേക്ക് പോകാം. അടുത്തിടെ അന്തരിച്ച ജെയിംസ് ബോണ്ട് സിനിമകളെ അനശ്വരനാക്കിയ മഹാനടൻ. അടുത്തിടെ അന്തരിച്ച ജെയിംസ് ബോണ്ട് സിനിമകളെ അനശ്വരനാക്കിയ മഹാനടൻ ഷോൺ കോണറി. ഷോൺ കോണറി സ്കോട്ടിഷ് നടനാണ്. ശ്രദ്ധിക്കുക, ഷോൺ കോണറി സ്കോട്ടിഷ് നടനാണ്. അതുപോലെ 1953 ബ്രിട്ടീഷ് സാഹിത്യകാരനായ ഇയാൻ ഫ്ലെമിംഗ് സൃഷ്ടിച്ച, അത് ശ്രദ്ധിക്കുക, ഇയാൻ ഫ്ലെമിംഗ് സൃഷ്ടിച്ച ഒരു കുറ്റാന്വേഷണ കഥാപാത്രമാണ് 007 എന്ന കോഡ് നാമത്തിൽ അറിയപ്പെടുന്ന ജെയിംസ് ബോണ്ട്. ഇതിൽ പ്രധാനമായും ജെയിംസ് ബോണ്ടിൻ്റെ ആ സൃഷ്ടി അത് ഇയാൻ ഫ്ലെമിങ്ങിൻ്റെതാണ്. അത് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ അതിൻ്റെ കോഡ് 007. ഷോൺ കോണറി എന്ന സ്കോട്ടിഷ് നടനാണ് ഈ അടുത്തായിട്ട് അന്തരിച്ചത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്തിടെ ദയാവധത്തിന് നിയമപരമായി അംഗീകാരം നൽകാൻ പോകുന്ന രാജ്യം. ദയാവധത്തിന് നിയമപരമായി അംഗീകാരം നൽകാൻ പോകുന്ന രാജ്യമാണ് ചോദ്യം. ദയാവധം ആദ്യമേ അംഗീകരിച്ചത് നെതർലൻഡ്സിലാണെങ്കിൽ ഈ അടുത്തതായിട്ട് അംഗീകാരം നൽകാൻ പോകുന്നത് ന്യൂസിലൻഡിലാണ്. കാര്യം ശ്രദ്ധിക്കുക, ന്യൂസിലൻഡിലാണ് ദയാവധത്തിന് നിയമവിധേയമായി പോകുന്നത്. ദയാവധത്തിന് അംഗീകാരം നൽകിയ ആദ്യ രാജ്യം നെതർലൻഡ്സ് ആണ്. കാര്യം ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 3. ഓസ്കർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കനേഡിയൻ ചിത്രമായ ഫണ്ണി ബോയ് എന്ന സിനിമയുടെ സംവിധായക ആരാണ്? ഓസ്കർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട കനേഡിയൻ ചിത്രമായ ഫണ്ണി ബോയ് എന്ന സിനിമയുടെ സംവിധായക ആരാണ്? ഫണ്ണി ബോയ് എന്ന സിനിമയുടെ സംവിധായക ദീപ മേത്തയാണ്. ദീപ മേത്തയുടെയാണ് ഫണ്ണി ബോയ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യ ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നതോടെ. ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ആദ്യ ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നത് എവിടെ? ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് വാഗമണിലാണ് നിലവിൽ വന്നത്. നമുക്കറിയാം, ഇവിടെ ചെക്ക് പോസ്റ്റ് ചിത്രം കാണുന്നുണ്ട്. വാഗമണിലാണ് ഹരിത ടൂറിസം ചെക്ക് പോസ്റ്റ് നിലവിൽ വന്നത്. അടുത്ത ചോദ്യം. 2020 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരണനിർവഹണമുള്ള സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 2020 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഭരണനിർവഹണമുള്ള സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? കേരളമാണ്. 2ാം സ്ഥാനം ഭരണനിർവഹണത്തിൽ 2ാം സ്ഥാനം തമിഴ്നാടിനാണ്. അതുപോലെ ഏറ്റവും പിന്നിൽ ഉത്തർപ്രദേശാണ്. ഇത് വലിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ് കേരളം ഒന്നാമതെത്തിയത്. എന്നാൽ ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഗോവയാണ് മുന്നിൽ. ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഗോവയാണ് മുന്നിൽ. ഇവിടെ ഓരോന്നിൻ്റെയും ഇൻഡെക്സ് എഴുതിയിട്ടുണ്ട്. കൃത്യമായിട്ട് 10 സംസ്ഥാനങ്ങളുടെ ഇൻഡെക്സ് ആണ് എഴുതിയിരിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സോഷ്യൽ മീഡിയ വഴി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടക്കുന്ന അധിക്ഷേപങ്ങളും കുറ്റകൃത്യങ്ങളും തടയുന്നതിനായി കേരള പോലീസ് ആക്ടിൽ പുതിയതായി ഉൾപ്പെടുത്തുന്ന വകുപ്പ്. സോഷ്യൽ മീഡിയ വഴി സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ നടക്കുന്ന അധിക്ഷേപങ്ങളും കുറ്റകൃത്യങ്ങളും തടയുന്നതിനായി കേരള പോലീസ് ആക്ടിൽ പുതിയതായി ഉൾപ്പെടുത്തുന്ന വകുപ്പ് ഏത്? 118A എന്നുള്ളതാണ്. 118A. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 118A സോഷ്യൽ മീഡിയയിലുള്ള അധിക്ഷേപം ഇനിയുടെ നടപടി പോലീസ് ആക്ടിൽ ഭേദഗതി വരുത്തി സർക്കാർ. 118A എന്ന വകുപ്പാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സായി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ഇന്ത്യൻ സേനാ വിഭാഗം. സായി എന്ന് പറഞ്ഞാൽ സെക്യുലർ ആപ്ലിക്കേഷൻ ഫോർ ദി ഇന്റർനെറ്റ്. ഇത് പുറത്തിറക്കിയത് ആരാണ്? ഇന്ത്യൻ സേനാ വിഭാഗം എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ പുറത്തിറക്കിയ ഇന്ത്യൻ സേനാ വിഭാഗം കരസേനയാണ്. ആരാണ്? കരസേന. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2020 ക്രിക്കറ്റിൽ 1000 സിക്സറുകൾ നേടുന്ന ആദ്യ ക്രിക്കറ്റ് താരം. 2020 ക്രിക്കറ്റിൽ 1000 സിക്സറുകൾ നേടുന്ന ആദ്യ ക്രിക്കറ്റ് താരം ആരാണ്? ആദ്യ ക്രിക്കറ്റ് താരം ക്രിസ് ഗെയിലാണ്. 2020 ക്രിക്കറ്റിൽ 1000 സിക്സർ നേടുന്നത് പഞ്ചാബ് കിങ്സ് 11 വേണ്ടിയിട്ടാണ് ഇപ്പോൾ IPL കളിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയുടെ 11ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകുന്നത്. ഇന്ത്യയുടെ 11ാമത് മുഖ്യ വിവരാവകാശ കമ്മീഷണറായി നിയമിതനാകുന്നത് യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. വിവരാവകാശ കമ്മീഷനിൽ ആകെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ അടക്കം 11 പേരാണുള്ളത്. ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മുഖ്യ വിവരാവകാശ കമ്മീഷനിലെ ആകെ അംഗങ്ങൾ 11 പേരാണ്. യശ്വർദ്ധൻ കുമാർ സിൻഹ. 2020 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരവേദി. 2020 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരവേദി ഏതാണ്? ഗോവയാണ്. 2020 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോൾ മത്സരവേദി ഗോവയാണ്. ISL.
അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 11. 2020 ഒക്ടോബറിൽ ഇന്ത്യൻ നാവികസേന വിജയകരമായി പരീക്ഷിച്ച ആന്റി ഷിപ്പ് മിസൈൽ. 2020 ഒക്ടോബറിൽ ഇന്ത്യൻ നാവികസേന വിജയകരമായി പരീക്ഷിച്ച ആന്റി ഷിപ്പ് മിസൈൽ ഏതാണ്? യുറാൻ ആണ് മിസൈലിന്റെ പേര്, യുറാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യ ആഫ്രോ അമേരിക്കൻ വംശജൻ. ശ്രദ്ധിക്കുക, ആദ്യ ആഫ്രോ അമേരിക്കൻ വംശജൻ ആര് എന്നുള്ളതാണ് ചോദ്യം. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആദ്യ ആഫ്രോ അമേരിക്കൻ വംശജൻ ആർച്ച് ബിഷപ്പ് വിൽട്ടൺ ഗ്രിഗോറി. അടുത്ത ക്വസ്റ്റ്യൻ. 2020 ഒക്ടോബറിൽ COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി നോ സർവീസ് നയം ആരംഭിച്ച രാജ്യമേത്? 2020 ഒക്ടോബറിൽ COVID-19 പ്രതിരോധത്തിന്റെ ഭാഗമായി നോ സർവീസ് നയം ആരംഭിച്ച രാജ്യം ഏത്? ബംഗ്ലാദേശാണ്. ഉത്തരം ബംഗ്ലാദേശ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കേരളത്തിലെ ഏത് ദേശീയോദ്യാനത്തിന്റെ 2.8 കിലോമീറ്ററാണ് ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്? കേരളത്തിലെ ഏത് ദേശീയോദ്യാനത്തിന്റെ 9.8 കിലോമീറ്ററാണ് ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഇക്കോ സെൻസിറ്റീവ് സോൺ ആയി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് സൈലന്റ് വാലി. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് മൊബൈൽ ATM ആരംഭിച്ച ബാങ്ക് ഏത്? കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്ത് മൊബൈൽ ATM ആരംഭിച്ച ബാങ്ക് ഫെഡറൽ ബാങ്ക് ആണ്. ശ്രദ്ധിക്കാം, ഫെഡറൽ ബാങ്ക് ആണ്. ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ്. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തുടർന്നുള്ള ഡെയിലി കറണ്ട് അഫയേഴ്സ് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.